വന്നു. അതിനെ വിമർശിച്ചുകൊണ്ട് ഉമർ മൗലവി പറയുന്നു, മാന്യ വായനക്കാരെ, പ്രവാചകന്റെ അനുഗ്രഹം കാക്ഷിക്കുക എന്ന് പറഞ്ഞല്ലോ, അതാണ് ശിർക്ക്, കഠിനമായ ശിർക്ക്, ബിംബാരാധനയെക്കാളും കടുത്ത ശിർക്ക്. പുളിക്കലിൽ നിന്ന് ഒരു മുസ്ലിം സഹോദരൻ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പൂജ നടത്താൻ വേണ്ടി പോകുന്നു. ഒരു മുസ്ലിം. മറ്റൊരു മുസ്ലിം സഹോദരൻ മദീന ഷരീഫിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ ഷരീഫ് സിയാറത്ത് ചെയ്യാനും പോകുന്നു. എന്നാൽ അമ്പലത്തിലേക്ക് പൂജ നടത്താൻ പോയ മുസ്ലിമിനെയും മദീനയിലെ റസൂലുള്ളയെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയ മുസ്ലിമിനെയും രണ്ടുപേരെയും തട്ടിച്ചു നോക്കിയാൽ കുറച്ചും കൂടി കുറ്റം കുറവ് അമ്പലത്തിൽ പോയ മുസ്ലിമിനാണ്. അമ്പലത്തിൽ പോയ മുസ്ലിമിനേക്കാൾ കുറ്റം കിട്ടും മദീനയിലെ റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോയ മുസ്ലിമിന് എന്നാണ് വെളിയങ്കോട് ഉമർ മൗലവി പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ അനുഗ്രഹം ആഗ്രഹിച്ചുകൊണ്ട് മദീനയിൽ പോയാൽ അമ്പലത്തിൽ പോകുന്നതിനേക്കാളും കടുത്ത തെറ്റാണ് അവൻ ചെയ്യുന്നത്. എന്നാ ഖുർആൻ പറഞ്ഞതോ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അനുഗ്രഹം ചെയ്യും, മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ റഹ്മത്ത് ചെയ്യും. മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹം ചെയ്യുന്ന പ്രവാചകനാണ് ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഖുർആൻ പറയുന്നു. അള്ളാന്റെ റസൂലിന്റെ അനുഗ്രഹം ആരെങ്കിലും കിട്ടണമെന്ന് ആഗ്രഹിച്ചാൽ അവൻ ബിംബത്തെ പൂജിക്കുന്നതിനേക്കാളും കടുത്ത ശിർക്കാണ് ചെയ്യുന്നതെന്ന് വെളിയങ്കോട് ഉമർ മൗലവിയും പറയുന്നു. അള്ളാഹ് പറയുന്നു റസൂല് അനുഗ്രഹം ചെയ്യുമെന്ന്. മുജാഹിദ് പറയുന്നു റസൂലുള്ളാഹിന്റെ അനുഗ്രഹം ആരെങ്കിലും ആഗ്രഹിച്ചു പോയാൽ അവൻ അമ്പലത്തിൽ പോയി ബിംബത്തെ പൂജിക്കുന്നതിനേക്കാളും വലിയ തെറ്റാ ചെയ്യുന്നത്. ഇതാണ് മുജാഹിദുകളുടെ വാദം. ഇനിയും മുജാഹിദുകൾ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. മുസ്ലിയാര് ഇപ്പോൾ മുസ്ലിയാർ എന്ത് പറയുന്നു? മര്യാദക്ക് അസ്സലാമു അലൈക്കും എന്ന് എന്നോട് പറയാൻ മുസ്ലിയാർക്ക് ഒരുക്കമുണ്ടോ? മുസ്ലിയാർ ഒന്നുകൂടി കേട്ടോളി. മുഹിയുദ്ദീൻ ശൈഖിനെ രക്ഷിക്കണേ എന്ന് തേടിയവൻ കാഫറാകുന്നു, അങ്ങനെ തേടാൻ ഉപദേശിക്കുന്നവനും കാഫറാകുന്നു, അതിന് വിരോധമില്ലെന്ന് പറഞ്ഞവനും കാഫറാകുന്നു. ആ വാദം ഉറപ്പിക്കാൻ വേണ്ടി ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് തെളിവ് കൊടുത്തവൻ 1000 വട്ടം കാഫറാകുന്നു. ഖുർആന്റെ അർത്ഥം പാടില്ലെന്ന്, ഖുർആന്റെ അർത്ഥം പറയാൻ പാടില്ലെന്ന് പറഞ്ഞവർ കാഫറാകുന്നു. അങ്ങനെയുള്ളവരോട് അസ്ലിം തസ്ലിം എന്ന് പറയാൻ പാടില്ലെന്ന് പറഞ്ഞവനും കാഫറാകുന്നു. കാഫറാക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ ഒരു ചീർണി മുജാഹിദിന് വേറല്ല. കാഫറാക്കന്നെ അനഞ്ഞ കാഫറാക്ക, 1000 വട്ടം കാഫർ, 2000 വട്ടം കാഫർ, ഇങ്ങനെ കൊട്ടക്കണക്കിന് കാഫറാക്കണ പരിപാടിയാണ് കാര്യമായിട്ട് മുജാഹിദുകളുടെ ഏർപ്പാട്. ഇനി നിങ്ങൾ നോക്ക്, ഇത് വേറെ ഒന്ന്. ശവം തിന്നുന്നത് അള്ളാഹു ഹറാമാക്കി. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെടുക്കത്തെ തിന്നലും അള്ളാഹു ഹറാമാക്കി. എന്നാൽ ഇത് രണ്ടും ഒരു കൂട്ടരെ ഹലാലാക്കുകയും പിശാചിന്റെ ദുർബോധനം സ്വീകരിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അതുപോലെ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ, EK അബൂബക്കർ മുസ്ലിയാർ, കൂറ്റനാട് മുസ്ലിയാർ പോലെയുള്ളവർ ഇന്നുമുണ്ടല്ലോ. വൈൻ അതാഴത്തുമൂഹം ഇന്നക്കും ലമുശ്രിക്കൂൻ. അങ്ങനെയുള്ള തർക്കക്കാർക്ക് നിങ്ങൾ വഴങ്ങിക്കൊടുത്താൽ നിങ്ങൾ മുശ്രിക്കുകൾ തന്നെ എന്ന് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉമർ മൗലവിന്റെ ഓഫീസിൽ ഇറങ്ങിയ പുതിയ ആയത്ത്, കാന്തപുരത്തിന് വഴിപ്പെട്ടാൽ, EK അബൂബക്കർ മുസ്ലിയാർക്ക് വഴിപ്പെട്ടാൽ, KV മുഹമ്മദ് മുസ്ലിയാർക്ക് വഴിപ്പെട്ടാൽ അങ്ങനെ വഴിപ്പെടുന്നവരൊക്കെ മുശ്രിക്കുകളാകുന്നു, അവർ കാഫിറുകളാകുന്നു എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു എന്ന് വെളിയങ്കോട് ഉമർ മൗലവി തന്റെ സൽസബിയിൽ പുസ്തകം 2 ലക്കം 13 രേഖപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ഒരുപാട് വായിക്കാനുണ്ട്. ഒരു കാര്യം ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇതൊക്കെ എന്തിനാ വായിച്ചത്? ഇതെന്തിനാ വായിച്ചത്? ചില ആളുകൾക്ക് ഒരു സംശയമുണ്ട്. എന്ത്? ചില ആളുകൾക്ക് ഒരു സംശയം. ഈ സലാം നേരത്തെ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ സലാം പറയാൻ പാടില്ല എന്ന് പറയുന്നത് കുറച്ച് ഗുരുതരമല്ലേ? അത് മുസ്ലിം ഐക്യത്തിന് തകരാറല്ലേ എന്നൊക്കെ ചിന്തിക്കുന്ന ചില സഹോദരന്മാരുണ്ട്. അവരോട് ഞങ്ങൾ വിനയപുരസ്സരം ഓർമ്മപ്പെടുത്തുന്നു. ഒന്ന്, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ബിദഅകൾക്കെതിരെയുള്ള അച്ചടക്ക നടപടിയാണ് സലാം പറയാതിരിക്കുക എന്നത്. അത് അനുസരിക്കാൻ മുസ്ലിമീങ്ങൾ ബാധ്യസ്ഥരാണ്. ഇനി മുജാഹിദിനോട് സലാം സുന്നികൾ പറയണം എന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ അതിന് ഒരൊറ്റ നിബന്ധന മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതെന്താ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിലേക്ക് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കേരളത്തിലെ മുജാഹിദുകൾ ഒരു കത്തെഴുതി. എന്തായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്? ഞങ്ങൾ മുസ്ലിം ഐക്യവേദി എന്ന ഒരു സംഘടന രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് സമസ്തയുടെ പ്രതിനിധികളെ ഈ ഐക്യവേദിയിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണം. ഇതായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. സമസ്തയുടെ 60ാം വാർഷിക സൊവനീറിൽ
ഈ കത്തിലെ ഉള്ളടക്കം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് വായിക്കാവുന്നതാണ്. ഈ കത്ത് മുഷാവറക്ക് കിട്ടിയപ്പോ മുഷാവറ യോഗം കൂടി കത്തിന് മറുപടി കൊടുത്തു. എന്തായിരുന്നു മറുപടി? മുസ്ലിം ഐക്യവേദിയിലേക്കാണല്ലോ നിങ്ങൾ ഞങ്ങളെ ക്ഷണിക്കുന്നത്, എന്നാൽ സമസ്ത നേതൃത്വം കൊടുക്കുന്ന സുന്നികളും കാഫിറുകളാണെന്നും മുശ്രിക്കുകളാണെന്നും നരകാവകാശികളാണെന്നും ആണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാഫിറും മുശ്രിക്കുമാണ് സുന്നികൾ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങളെ നിങ്ങൾ ക്ഷണിക്കുന്നതാണെങ്കിലോ മുസ്ലിം ഐക്യവേദിയിലേക്കാണ്. അപ്പോ ഞങ്ങൾ കാഫിറാണെന്ന് നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുമ്പോ ഞങ്ങൾ ഐക്യവേദിയിലേക്ക് വന്നാൽ അത് മുസ്ലിം ഐക്യവേദി എന്നതിന് പകരം മുസ്ലിം കാഫിർ ഐക്യവേദിയായി പോകൂലേ? അതുകൊണ്ട് നിങ്ങൾ മുജാഹിദുകള് ഒരു തീരുമാനമെടുക്കണം. എന്ത്? സമസ്ത നേതൃത്വം കൊടുക്കുന്ന സുന്നികളും അവര് മുസ്ലിമീങ്ങൾ തന്നെയാണ്, അവര് മുസ്ലിങ്ങൾ തന്നെയാണ്. അവരെ അറുത്തത് ഭക്ഷിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. അവരെ അറുത്തത് തിന്ന അവരെ മക്കളെ കെട്ടാം, അവരുമായി വിവാഹബന്ധമൊക്കെ നടത്താം. ഇങ്ങനെ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ സുന്നികൾ അവര് മുസ്ലിമീങ്ങളാണ് എന്ന് സമ്മതിച്ചുകൊണ്ടുള്ള ഒരു പത്രപ്രസ്താവന നിങ്ങൾ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അടുത്ത ദിവസം ഞങ്ങൾ ഐക്യവേദിയിലേക്ക് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് സമസ്ത മറുപടി കൊടുത്തു. ഇന്ന് ഈ നിമിഷം വരെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഓഫീസിലേക്ക്, രണ്ട് സമസ്തയായിക്കോട്ടെ, രണ്ട് സമസ്തയുടെയും ഓഫീസിലേക്ക് കേരളത്തിലുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നേതൃത്വം കൊടുക്കുന്ന സുന്നികള് മുസ്ലിമീങ്ങളാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്ത് മുജാഹിദ് കൊടുത്തിട്ടില്ല. ഇനി ഈ കൊണ്ടോട്ടിയിൽ നടക്കുന്ന, പുളിക്കൽ നടക്കുന്ന ഈ മുഖാമുഖം വേദിയിൽ വെച്ചും ഞങ്ങൾ പറയുന്നു, കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹോന്നതന്മാരായ ആലിമീങ്ങൾ, അവര് നേതൃത്വം കൊടുക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന സുന്നികൾ അവര് മുസ്ലിമീങ്ങളാണെന്ന് ഞങ്ങൾ സമ്മതിച്ചിരിക്കുന്നു. അവരെ മക്കളെ കെട്ടുന്നതിന് വിരോധമില്ല, അവരറുത്തത് ഭക്ഷിക്കുന്നതിന് വിരോധമില്ല. അവര് കാഫിറുകളല്ല, അവര് മുശ്രിക്കുകളല്ല, അവര് മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന് ഞങ്ങളിതാ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കേരളത്തിലെ മുജാഹിദ് നേതൃത്വം ഔദ്യോഗികമായി ഒരു പത്രപ്രസ്താവന നാളെ പുറത്തിറങ്ങുന്ന കേരളത്തിലെ പ്രമുഖ പ്രസിദ്ധീകരണങ്ങളിൽ, പ്രമുഖ ദിനപത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചാൽ മറ്റന്നാളെ മുതൽ സലാം പറയുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കാം. അപ്പോ മുസ്ലിമീങ്ങളാണെന്നൊന്ന് സമ്മതിച്ചെന്നാ മതി, വേറൊന്നും തരണ്ട. ഞങ്ങൾ മുസ്ലിമീങ്ങളാണെന്നൊന്ന് സമ്മതിച്ചെന്നാ മതി. അതില്ലാത്ത സ്ഥിതിക്ക് സലാം പറയാൻ ഒരുക്കമല്ല. മുസ്ലിമീങ്ങള് മുശ്രിക്കുകള് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, കൊല്ലൽ നിർബന്ധമാണെന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സലാം പറയണം എന്ന് പറഞ്ഞാൽ അതൊരൽപ്പം ക്രൂരതയാണ് എന്ന് മാത്രമേ അതേക്കുറിച്ച് പറയാനുള്ളൂ. ഇസ്ലാമിന്റെ അച്ചടക്ക നടപടി ആ അർത്ഥത്തിൽ തന്നെ സ്വീകരിക്കുകയാണ് മുസ്ലിമീങ്ങൾ വേണ്ടത്. അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. ധാരാളം കിതാബിൽ തെളിവുണ്ട്. ഒരു ആയത്ത് മാത്രം പഠിച്ചു വച്ചാൽ എല്ലാവർക്കും മനസ്സിലാവും. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ എന്ന് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അസ്സലാമു സലാമാകുന്നത് അലാ മനിത്തബഅൽ ഹുദാ, ഹിദായത്തോട് നേർമാർഗത്തോട് പിൻപറ്റിയവരുടെ മേലിലാണ് സലാമ്, അല്ലാത്തവരുടെ മേലിൽ സലാമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഖുർആൻ ആയത്തുണ്ട്. അപ്പൊ തെളിവ് ആയത്തിൽ തന്നെയുണ്ട്. ഇനി ഹദീസിലും മറ്റു കിതാബിലുണ്ട്. ഒരു ചെറിയ ആയത്ത് മനസ്സിലാക്കി വെക്കുക. അസ്സലാമു അലാ മനിത്തബഅൽ ഹുദാ, സലാമ് ഹിദായത്തിനോട് നേർമാർഗത്തോട് പിൻപറ്റിയവരുടെ മേലാണ് എന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കണമെന്ന് ഉപദേശിക്കുന്നു.